ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയണമെന്നറിയോ? 5 ലക്ഷം, ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് എ 5 lakh നമ്പർ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ് ആൻഡ് ദ ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:5, then it means 2 fully paid up shares are to be issued as bonus shares against each holding 5 shares. അതായത് ഇവിടെ 2:5ൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഷെയർസ് ഹോൾഡ് ചെയ്യണവർക്ക് നമ്മൾ 2 ബോണസ് ഷെയർസ് കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയുള്ളത്? ടോട്ടൽ നമ്പർ എത്രയാണുള്ളത്? 5 lakh ഷെയർസുകൾ. 5 lakh അല്ലേ? യെസ്, 5 lakh ഷെയർസുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് എത്ര ബോണസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെയെന്നറിയോ? ഇവിടെ നോക്കി നോക്കൂ, നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 5 lakh ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു 2:5 എന്നുള്ള രീതിയിലാണ് എന്ന് പറയാം. 5 lakh നമ്മൾ എത്ര ബോണസ് ഷെയർസാണ് കൊടുക്കുന്നത്? 2 ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് 5 അല്ലേ? 5 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് നമ്മൾ 2 ബോണസ് ഷെയർസ് കൊടുക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ 5 lakh ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം ബോണസ് ഷെയർസുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ബോണസ് ഷെയർസ് എത്ര ഇഷ്യൂ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം റേഷ്യോ തരുന്ന സമയത്ത് 2:5 അല്ലെങ്കിൽ മേ ബി 3:6 അങ്ങനെയൊക്കെ ആണെങ്കിൽ, അപ്പം 3:6 ആണെങ്കിൽ എങ്ങനെ വയ്യാം? അതായത് 6 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് നമ്മൾ 3 ഷെയർസ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം അക്കോർഡിംഗ് ടു റേഷ്യോ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 5 lakh ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 2 ലക്ഷം എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 2 ലക്ഷം ഷെയർസാണ് നമ്മൾ ടോട്ടൽ ബോണസ് ഷെയർസായിട്ട് കൊടുക്കുന്നത്.